നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് കൂടെ ഒറ്റക്കൊമ്പൻ ലൊക്കേഷൻ കാഴ്ചകളെ കുറിച്ചുള്ള കൗതുകമായ കാര്യങ്ങൾ പറയാനാണ്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. എനിക്ക് സമയക്കുറവ് കാരണമാണ് ഇടാഞ്ഞത്. വേറൊന്നുമില്ല, ഞാൻ ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ട് സെറ്റിലാണ്. ഇന്നും കൊണ്ട് ഷൂട്ട് നൈറ്റ് ഷൂട്ടാണ്. കിഡിലെ സെറ്റാണ്. കറക്റ്റ് ഒറിജിൻ പള്ളിപ്പെരുന്നാൾ പോലത്തെ ഒരു പരിപാടിയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. 10 ദിവസം ഷൂട്ടുണ്ട്. ഇപ്പം 5 ദിവസമായി ഷൂട്ട് തുടങ്ങിയിട്ട്. കിഡിലെ സീനൊക്കെ എടുത്ത് ഞാൻ അതെൻ്റെ അവിടുത്തെ ആർട്ടിസ്റ്റുകളെല്ലാം ഒരു മാസം ഫൈറ്റ് സീൻ കഴിഞ്ഞ് പാക്കപ്പ് പറഞ്ഞ് നടന്നു പോണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. കാണാത്തൊരു പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒറ്റക്കൊമ്പനിലേക്ക് വരാം. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി മാസ് ആക്ഷനിലൂടെ പഴയ പ്രതാപം തിരിച്ചെടുക്കുകയാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ നേരിട്ട് ഷൂട്ടിംഗ് കണ്ട്, പുള്ളിക്കാരൻ്റെ നേരിട്ട് അഭിനയം കണ്ട്, ആക്ഷൻ സീൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ആക്ഷൻ കാണാൻ പറ്റിയില്ല. 10 ദിവസം ഷൂട്ടുണ്ടല്ലോ, 5 ദിവസമല്ലേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലായി, ഈ പടം ബ്ലോക്ക് ബസ്റ്റർ അടിക്കും. സുരേഷ് ഗോപി മാസ് ആക്ഷനിലൂടെ തിരിച്ചു വരും. ഒരൊന്നൊന്നര പടമായി. ഇപ്പം തന്നെ നല്ല ഹൈപ്പാണ് പടത്തിന്. ഈ പടം ഇറങ്ങാത്ത അതിനെക്കാട്ടി എത്ര ഹൈപ്പായിരിക്കും. പടം സൂപ്പറായിരിക്കും. ഈ പടം ഏതാ നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. പാലല റൗളിയുടെ പടമാണ്. അതായത് കടുവ പൃഥ്വിരാജ് ചെയ്തില്ലേ, ആ കഥ തന്നെയാണ് ഈ ഒറ്റക്കൊമ്പൻ. ആദ്യമേ സുരേഷ് ഗോപിയാണ് ചെയ്യാറുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ തിരക്ക് കാരണം ആദ്യമേ അവർ കടുവങ്ങി ചെയ്ത്. ആ കഥ തന്നെ ഇത്. കടുവ കുന്നിൽ കുവേച്ചൻ്റെ പടമാണ്. ആ വില്ലായിട്ട് കാണുന്ന, ആ റൗഡിയായിട്ട് കാണുന്ന പാലക്കാരൻ, ആ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് പൃഥ്വിരാജ് എന്ന അഭിനയിക്കുന്ന പടമല്ല, പൃഥ്വിരാജ് അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് ഗോപി തന്നെ അഭിനയിക്കേണ്ടത്. സുരേഷ് ഗോപി വെച്ചാൽ ശരിയാകത്തുള്ളൂ. പുള്ളിക്കാരൻ അന്നേ പറഞ്ഞ ഇന്ത്യ ആപ്പിൽ ഓർമ്മ വാർത്ത ചാനലൊക്കെ പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ആ പടം ചെയ്യുക. ഞാൻ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കണ പടം വേറെ ലെവലാണ്. സുരേഷ് ഗോപി ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്ന സൈലൻറ്റും ഇതൊക്കെയാണ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ക്യാരക്ടറായി കഴിയുമ്പോൾ പഴയ ഭരത് ചന്ദ്രൻ IPS ചാക്കോച്ചിയൊക്കെയാണ്. അത് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. കിഡിലും ആക്ഷൻ ഞങ്ങൾ കണ്ടത്. കിഡിലും പള്ളിപ്പെരുന്നാളാണ് ഞങ്ങൾ കണ്ടത്. പടം ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന ഒരു സംശയമില്ല. ചിലർക്ക് മാസ് ആക്ഷൻ കൊണ്ട് തിരിച്ചു വരും. പഴയ ലുക്ക് തന്നെ, പഴയ ആറ്റിറ്റ്യൂഡ് തന്നെ. ലേലത്തിൻ്റെയൊക്കെ ഫ്ലെയർ, അതായത് ആ ഫ്ലെയർ എന്ന് വെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ചിലർക്ക്. അതുകൊണ്ട് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയ ഉറപ്പാട് നല്ല തിരക്കുമായിരിക്കും, നല്ല കളക്ഷനായിരിക്കും, ഒരു സംശയമില്ല. ഞങ്ങളാ ഷൂട്ടിങ് ഇറങ്ങുമ്പോൾ ഞാൻ നൈറ്റ് ഷൂട്ടാണ്. നേരം വെക്കുന്ന 6 മണി വരെ ഷൂട്ടുണ്ട്. സുരേഷ് ഗോപിയെ കാണാണ്ട് അവിടുത്തെ ജനങ്ങൾ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ മുതൽ നേരം വെളുക്കുന്നവരെ വന്നിരിക്കുക. ഇങ്ങനെ ജനങ്ങളെ കണ്ടിട്ടില്ല. അതായത് സാറിന് ഒരു 10 മണി വരെയൊക്കെ ഇരിക്കും മാക്സിമം. ഇത് നേരം 3 മണി 4 മണിക്കൊക്കെ ആൾക്കാർ വന്ന് ഷൂട്ടിങ് കാണാൻ പറ്റുന്നുണ്ട് ജനങ്ങളടുത്ത്. ഷൂട്ടിങ് തുടങ്ങാത്ത തന്നെ ഞങ്ങൾ തന്നെ 10,000-2000 പേരുടെ അടുത്തുണ്ട്. അതുകൂടാതെ അവിടെ ഉള്ള ജനങ്ങളും വന്ന് ഞങ്ങളുടെ ഒപ്പം വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് ഞങ്ങളുടെ ഷൂട്ടിങ് കാണാൻ വേണ്ടി, ഞങ്ങളുടെ കൂടെ അല്ല ഷൂട്ടിങ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. പിന്നെയും ക്രൗഡ് കൂടി. കരച്ചിന് ഇപ്പം ഞങ്ങളേതാ ജൂനിയർ ആർട്ടിസ്റ്റ് ആരാ, അവിടുത്തെ പാലക്കാരാരാണ് മനസ്സിലാകത്തില്ല. അവർ നേരം വെളുക്കുന്ന ഷൂട്ടിങ് കാണുക. സുരേഷ് ഗോപി കാണാൻ പറ്റുന്നേ അമ്മാര് തിരക്കാണ് അവിടെ. അത് അവരുടെ പടമല്ലേ, അതുകൊണ്ടാണ് ഒന്ന്. പിന്നെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറിനെ കാണാനും വരുന്നവരുണ്ട്. സുരേഷ് ഗോപി കുറിച്ച് പറയുമ്പം നമ്മളിപ്പം മമ്മൂക്ക ലാലേട്ടനൊക്കെ കട്ട ഫൺ പറയത്തില്ല, അവർക്ക് വേണ്ടി ചാകാൻ നടക്കുന്നത് അവർക്ക് അങ്ങനെ ഉള്ളതുണ്ടല്ലോ. അത് സുരേഷ് ഗോപി കൂടുതലൊക്കെ അങ്ങനെ ഇല്ലെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നേ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ ഞാൻ സുരേഷ് ഗോപിയുടെ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പം കണ്ടൊരു കാഴ്ച പറയാം. ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഇങ്ങനെ ഷൂട്ടിങ് കാണാൻ വന്നിരിക്കുക. ഞങ്ങൾ നോക്കുമ്പം, ഞാൻ എൻ്റെ കൂട്ടുകാരാണോ നോക്കുമ്പം പുള്ളിക്കാരൻ സുരേഷ് ഗോപി തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ചുമ്മാ ശ്രദ്ധിക്കുകയല്ല, ചുമ്മാ നടന്മാരെ കാണും, ജസ്റ്റ് ഒന്ന് കണ്ണെടുക്കും, അത്രേ ഉള്ളൂ. ഇത് പുള്ളിക്കാരൻ്റെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണെടുക്കാതെ. പുള്ളിക്കാരൻ പോകുന്നുണ്ടോ, നേരം വിളിക്കാതെ നിന്ന് പോകുന്നുണ്ടോ, സുരേഷ് ഗോപിയുടെ മുഖത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് സുരേഷ് ഏട്ടാ പുള്ളി വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ തിരിഞ്ഞ് നോക്കി കൈയൊക്കെ കാണിച്ച്, എന്നിട്ട് സാർ ആ കൈ കാണിച്ചിട്ട് പിന്നെ പോകുമല്ലോ. ഇത് എന്നിട്ടും പോകുന്നില്ല, ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടനാണ് വേണം, ഇത് പിന്നെ സംഭവം ഫാൻസാണ്, അഡിക്റ്റാണ്. നമുക്ക് ലാലേട്ടറേയും മമ്മൂക്കനൊക്കെ കണ്ടുള്ളൂ. ഇത് അഡിക്റ്റാണ്. ഇങ്ങനെ സുരേഷ് ഗോപി ഫാൻസ് ഒന്നും നമ്മളെപ്പോഴും മനസ്സിലായി. ഇത്ര കട്ട ഫാൻ, അതായത് ഭയങ്കര സംഭവമാണ്. അതിലേക്കാണ് വരുന്നത്.
അപ്പോൾ പുള്ളിക്കാരൻ സുരേഷ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, സാറിന്ന് വിളിക്കുന്നുണ്ട്, ഭയങ്കര. എന്നിട്ട് പുള്ളിക്കാരൻ പിന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് പുള്ളിക്കാരൻ വിളിച്ചൊരാളെ, ആ കൂട്ടാനല്ലായിരിക്കും, അല്ല ബന്ധുക്കരല്ലായിരിക്കും. എടാന്നാണ്ടോ വിളിച്ചേ, എടാ ഭരചന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഭരചന്ദ്രൻ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ തിരിയൊന്ന്, പക്ഷെ അത് പുള്ളിക്കാരൻ ഫാൻസ് കാണിച്ചായിരിക്കും. ഭരചന്ദ്രൻ IPS ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തോടെ പറയാം, ഭയങ്കര പുള്ളി. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ പിന്നെ ഒരു എന്നാ ഒരു പുള്ളിനെ അന്നം കൊടുക്കുന്ന ഒരാളെ പോലെ ആ പുള്ളിയെ നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ച് സങ്കടത്തോടെ കരചനം എന്നെ കാണിച്ച് തന്നല്ലോ എന്ന രീതിയിലൊക്കെ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് പുള്ളി കാണിച്ച്, എന്നിട്ട് കണ്ണീരൊക്കെ ഇങ്ങനെ തുടച്ചു വിട്ടിരുന്നു. പുള്ളിയൊക്കെ വിഷമമൊക്കെ ആയി പോയി. അങ്ങനെ ഒരു സംഭവം നടന്നു. ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യം പറയാം. അപ്പോൾ സുരേഷ് ഗോപിയും അഡിക്റ്റ് ഫാൻ ഉണ്ടെന്ന് മനസ്സിലായി, നേരിട്ട് കണ്ടൊരു വ്യക്തിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്കൊക്കെ ആയിക്കഴിഞ്ഞ് പുള്ളിക്കാരനോട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരോട് ചോദിച്ചു, ചേട്ടാ സുരേഷയുടെ ഫാനാണെന്ന് ചോദിച്ചു. പുള്ളി പറയാണോ? ഞാൻ ചോദിച്ചു പിന്നെ കട്ട ഫാനാണെന്ന് ചോദിച്ചു. കട്ട ഫാനാണ് പറഞ്ഞു. അപ്പോൾ എല്ലാ പടം കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് തുടക്കം മുതൽ ഈ ലാസ്റ്റ് വരെ അവിടെ ഇറങ്ങി ഉടൻ വരെ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാനപ്പോൾ ചുമ്മാ തമാശ ചോദിച്ചു, കമ്മീഷനൊക്കെ കണ്ടെന്ന് ചോദിച്ചു. എന്നാ ചോദ്യം ചോദിച്ചില്ല, 25 വർഷം തീർപ്പ് കണ്ടെന്ന് പുള്ളിക്കാരനാ പറഞ്ഞേ. അനുഭൂതി, അങ്ങനെ കുറേ പടത്തിന് പേര് പറഞ്ഞേ, എല്ലാ പടത്തിന് പേരും അറിയാം. പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ പറയും, ഞാൻ സുരേഷ് ഇഷ്ടപ്പെട്ടതേ രാഷ്ട്രീയം കണ്ടൊന്നുമല്ല, രാഷ്ട്രീയം നോക്കിയല്ല ഇഷ്ടപ്പെട്ടെ. ഞാൻ സുരേഷ് നടനാണ് ഇഷ്ടപ്പെട്ടത്, സുരേഷ് തന്നെ സൂപ്പർ സ്റ്റാറിനെ ഇഷ്ടപ്പെട്ടത്. അന്ന് ഇന്ന് എനിക്ക് സുരേഷ് ഒരുപോലെ. അങ്ങനെ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളപ്പോൾ പറഞ്ഞത് ചോദിച്ച് എന്നെ ഇത്ര ഇഷ്ടം എന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ മാസും ആക്ഷനൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പുള്ളിക്കാരൻ ചെറുപ്പക്കാരൻ അന്നത്തെ കാലത്ത്. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയി. പുള്ളിക്കാരനെ അത് ഭയങ്കര സംഭവമാണ് പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കണേ. അപ്പം പിന്നെ പുള്ളിക്കാരൻ നേരിട്ട് കണ്ടൊരു റിവ്യൂ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നത്. പിന്നെ അന്ന് സമയം കിട്ടില്ല, പിറ്റേ ദിവസം വരുമ്പോൾ എടുക്കണമെന്ന് വെച്ചിരുന്നേ. പക്ഷെ എടുക്കാൻ പറ്റില്ല. ഇനി 4-5 ദിവസം 3-4 ദിവസം ഷൂട്ടുണ്ട്. ചിലപ്പോൾ അതിന് മുമ്പ് തീരുമായിരിക്കും. എന്നാൽ പിന്നെ വരുവാണെങ്കിൽ ഒരു പുള്ളിയുടെ റിവ്യൂ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അപ്പം സുരേഷ് ഗോപിക്ക് കൊണ്ട് ഇതിനകത്ത് കട്ട ഫാൻസുകൾ, സാധാ ഫാൻസ് അല്ല, കട്ട ഫാൻസുകൾ. അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒറ്റക്കൊമ്പനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഒറ്റക്കൊമ്പനെ കുറച്ച് കഴിയുമ്പോൾ ഇതുകൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം പിന്നെ സുരേഷ് ഗോപി ഞാൻ പറഞ്ഞില്ല, സുരേഷ് ഗോപി കാണാൻ തന്നെ ജനങ്ങൾ ഇഷ്ടംപോലെ കൊന്നുകൂടുന്നുണ്ട്. നേരം വെക്കുന്ന ഒരാളാണ്. ഇത്രയൊക്കെ പവർ പുള്ളിക്കുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായി. മന്ത്രിയുടെ പവർ അല്ല, മന്ത്രിയുടെ പവറിന് പുള്ളിക്കാരനാരും നോക്കുന്നൊന്നുമില്ല. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ പവറാണ് അവിടെ കാണുന്നത്. എന്തായാലും സുരേഷ് ഗോപി പഴയ ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ സ്റ്റൈലിൽ വരും. പടം അടിച്ച് തകർത്ത് തീട്ട് കളക്കി മറിക്കും. അത് ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. ഒറ്റക്കൊമ്പൻ തകർത്ത് വാരും. പേര് തന്നെ കിട്ടില്ല, ഒറ്റക്കൊമ്പൻ. തലയെടുപ്പുള്ള ആളാ. പടം വേറെ ലെവലാ മോനെ.